കൊലപാതകങ്ങളുടെ രീതി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാർ എന്ന് പറയപ്പെടുന്നവർ മൃതദേഹം കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് തന്നെ വിളിച്ചു വരുത്തുമായിരുന്നു. അനുസരിച്ചില്ലെങ്കിൽ ക്രൂരമായി മർദ്ദിക്കുകയും നിന്നെയും കഷണങ്ങളാക്കി മറ്റുള്ളവരെ പോലെ കുഴിച്ചു മൂടും, നിന്റെ കുടുംബത്തെയും ബലി നൽകുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ഇരകളെന്നത് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളുമായിരുന്നു. പലരുടെയും ശരീരത്തിൽ വസ്ത്രങ്ങൾ കുറവായിരുന്നു. ക്രൂരമായ ലൈംഗികാതിക്രമത്തിന്റെ ലക്ഷണങ്ങൾ വ്യക്തമായിരുന്നു. ചില സ്കൂൾ യൂണിഫോമിലായിരുന്നു. ഒരു 20 വയസ്സുകാരുടെ മുഖം ആസിഡ് ഒഴിച്ച് വികൃതമാക്കിയിരുന്നു. വീടില്ലാത്ത പുരുഷന്മാരെ കൊല്ലുന്നതിനും താൻ സാക്ഷിയായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. നേത്രാവതി നദിയുടെ തീരത്തടക്കം പല സ്ഥലങ്ങളിലായി 100 കണക്കിന് മൃതദേഹങ്ങൾ താൻ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം മൊഴി നൽകി. ഒരു തെളിവും അവശേഷിപ്പിക്കാതിരിക്കാൻ ഡീസൽ ഒഴിച്ച് മൃതദേഹം പൂർണ്ണമായി കത്തിക്കാൻ നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നു. ദശാബ്ദകാലം നീണ്ട നിശബ്ദത ഭേദിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് സ്വന്തം കുടുംബത്തിനുണ്ടായ ഒരു അനുഭവമാണ്. 2014 തൻ്റെ കുടുംബത്തിലെ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ സൂപ്പർവൈസർമാരുമായി ബന്ധമുള്ള ഒരാൾ ലൈംഗികമായി ഉപദ്രവിച്ചു. അതോടെ ഇനിയും അവിടെ തുടർന്നാൽ തൻ്റെ കുടുംബവും ഇതേ വിധിക്ക് ഇരയാകുമെന്ന് അദ്ദേഹം ഭയന്നു. ആ രാത്രി തന്നെ അദ്ദേഹം കുടുംബത്തോടൊപ്പം ധർമ്മസ്ഥല വിട്ടു. വർഷങ്ങളോളം കുറ്റബോധം വേട്ടയാടിയതിന് ഒടുവിലാണ് ഒരു രാത്രിയിലെങ്കിലും സമാധാനമായി ഉറങ്ങണം എന്ന ആഗ്രഹത്തോടെ അദ്ദേഹം സത്യങ്ങൾ വെളിപ്പെടുത്താൻ തീരുമാനിച്ചത്. 2025 വെളിപ്പെടുത്തലുകൾക്ക് ഒരു ദശാബ്ദം മുൻപേ തന്നെ ധർമ്മസ്ഥലയുടെ പേരിനൊപ്പം സംശയത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. 2012 സൗജന്യ ബലാത്സംഗ കൊലപാതക കേസ്. ഇന്നത്തെ സംഭവ വികാസങ്ങളെയെല്ലാം മുന്നോടിയായിരുന്നു ആ കേസ്. പൊതുസമൂഹത്തിൽ സംശയത്തിൻ്റെ വിത്തുകൾ പാകിയതും പ്രതിഷേധങ്ങളുടെ ആദ്യ തീപ്പൊരി വിതറിയതും സൗജന്യയ്ക്ക് വേണ്ടിയായിരുന്നു. 2012 ഒക്ടോബർ 9 ഉജിരയിലെ SDM കോളേജിലെ 2ാം വർഷ പ്രീ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയായ 17-കാരി സൗജന്യ കോളേജ് വിട്ട് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിക്ക് അപ്രത്യക്ഷയായി. പിറ്റേ ദിവസം ആളൊഴിഞ്ഞ ഒരിടത്ത് അവളുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി. സ്വന്തം ഷോൾ ഉപയോഗിച്ച് കൈകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കളായ ചന്ദ്രപ്പ ഗൗഡയും കുസുമാവതിയും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. പോലീസ് അറസ്റ്റ് ചെയ്ത സന്തോഷ് റാവു എന്നയാൾ നിരപരാധിയാണെന്നും യഥാർത്ഥ കുറ്റവാളിയെ ആരോ സംരക്ഷിക്കുന്നുണ്ടെന്നും അവർ തുടക്കം മുതലേ വിളിച്ചു പറഞ്ഞിരുന്നു. ഈ പോരാട്ടത്തിന്റെ പേരിൽ തങ്ങളെ നിരന്തരം നിരീക്ഷിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്നും അവർ ആരോപിച്ചിരുന്നു. ഈ കേസിൽ സൗജന്യയുടെ കുടുംബം ചില പേരുകൾ പരസ്യമായി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് ഈ റിപ്പോർട്ടിൻ്റെയോ അന്വേഷകരുടെയോ ആരോപണമല്ല, മറിച്ച് ആ കുടുംബം പൊതുവേദികളിൽ നടത്തിയ പ്രസ്താവനകളുടെ റിപ്പോർട്ടിംഗ് മാത്രമാണ്. അവർ സംശയിക്കുന്ന, അന്വേഷണം നേരിടണമെന്ന് ആവശ്യപ്പെടുന്ന 4 പേരുകൾ ഇവയാണ്: ഉദയ് ജെയിൻ, മല്ലിക് ജെയിൻ, ആശ്രിത് ജെയിൻ, നിശ്ചൽ ജെയിൻ.